ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് പനീർ എടുത്തിട്ടുണ്ട്. ഈ പനീർ തയ്യാറാക്കുന്ന റെസിപ്പി ഞാൻ മുമ്പ് രസഗുള തയ്യാറാക്കിയപ്പോഴും രസമലായി തയ്യാറാക്കിയപ്പോഴും പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ പനീർ തയ്യാറാക്കിയ ശേഷം ഇതുപോലെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ നമ്മളത് പ്രസ് ചെയ്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇത് വന്നിട്ട് ഒരു 200 ഗ്രാം പനീറാണ്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പനീർ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരല്പം ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വളരെ കുറച്ച് ഓയിൽ മതിയാവും. ഓയിലൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഓരോ പനീറായിട്ട് വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാകും. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരും. ഒരു ഗോൾഡൻ കളറാകുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാം. ഒരു സൈഡ് ഒരല്പം ഗോൾഡൻ കളറാകുമ്പോഴത്തേക്കും നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. പനീർ എണ്ണയൊന്നും വലിച്ചെടുക്കില്ല, അതിൻ്റെ പേരിൽ വളരെ കുറച്ച് ഓയിൽ ചേർത്താൽ മതിയാവും. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. പാൻ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കിനി ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 3 ഏലയ്ക്ക, 4 ഗ്രാമ്പു, 2 പീസ് കറുവാപ്പട്ട ഇത്രയും കൂടി ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയമൊന്നും ഇട്ട് വഴറ്റേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി. സവാള ഇപ്പോൾ ചെറുതായിട്ട് വഴണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കാം. കൂടെ തന്നെ ഒരു 3 പച്ചമുളക് കൂടി ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം നമ്മൾ പച്ചമുളക് ചേർക്കാനായിട്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച മണം മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ച മണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് മീഡിയം സൈസ് തക്കാളിയാണ്, 2 ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ചുകൂടി ചെറിയ സൈസായിട്ട് ഇട്ടാൽ പെട്ടെന്ന് വഴണ്ടിട്ട് കിട്ടും. അല്പം വലുതായി പോയി. നമ്മുടെ തക്കാളിയെല്ലാം ചെറുതായിട്ട് വഴണ്ടിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നതുവരെ മാത്രം വഴറ്റി കൊടുത്താൽ മതിയാവും. കൂടെ തന്നെ ഒരു 2 ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു വലുതും ചെറുതുമാണ്. മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിൽ 2 ഉരുളക്കിഴങ്ങ് വേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഉടച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് നമ്മൾ മിക്സ് ചെയ്യണ്ട, എങ്കിൽ പിന്നെ ഈ ഉരുളക്കിഴങ്ങ് കുറച്ചുകൂടി പൊടിഞ്ഞിട്ട് പോകും. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇരുന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് വരട്ടെ. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ട് വരുന്നുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പനീർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർക്കാം. അപ്പോൾ ഈ ഗരം മസാലയുടെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടേക്കണം. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കൂടെ തന്നെ ഒരല്പം മല്ലിയില കൂടി ചേർക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറി ഇപ്പോൾ നല്ല തിക്കായിട്ടാണ് ഉള്ളത്. ഇനി നമുക്കൊരു 3 മിനിറ്റ് കൂടി ഒന്ന് ചെറുതായിട്ട് തിളപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർക്കുകയാണ് ഞാൻ. ഇത്രയും കട്ടിയായിട്ട് ഇരിക്കുന്നത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല. അപ്പോൾ കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 3 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കട്ടെ. അത്രയും സമയം കൊണ്ടിട്ട് പനീറിൽ ഈ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ട് വരും. ഒരു 3 മിനിറ്റ് മാത്രം തിളപ്പിച്ചാൽ മതിയാവും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കാം.
ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് കറിയാണിത്. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് കുസ്ക ബിരിയാണി വെച്ചിരുന്നില്ലേ, അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നതുവരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.